പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ രാത്രിയിലും പകലിലും സൂറത്തുൽ ഫജർ പാരായണം ചെയ്യൽ ഏറെ പുണ്യമുള്ളതാണ് എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. സൂറത്തു ഫജറിലെ വൽഫജിരി വലയാൽ അഷർ 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം, പ്രഭാതമാണ് സത്യം എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പല മുഫസ്സിരീങ്ങളും ഇവിടെ 10 ദിനരാത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് പറയുന്നുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലുള്ള പണ്ഡിതന്മാർ ഈ ദിവസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു. മറ്റു ദിവസങ്ങളില്ലാത്ത ഇബാദത്തുകൾ ഈ ദിവസങ്ങൾ ഒത്തുചേരുന്നു. ഹജ്ജ് ഈ മാസത്തിലാണ്, അറഫ ദിവസം ഈ ദിവസത്തിലാണ്, അതേപോലെ തന്നെ മറ്റു പല പ്രത്യേകമായ ആരാധനകളുമുണ്ട്. ഇത്തരം മഹത്വങ്ങൾ ഒരുമിച്ച് കൂടുന്നു. മുൻഗാമികൾ ദുൽഹജ്ജ് ആദ്യ 10 ആദരിച്ചിരുന്നു അവർ. പക്ഷേ അവിടെയൊന്നും തന്നെ സൂറത്ത് അൽ ഫജ്ർ ഈ ദിവസങ്ങളിൽ കൂടുതലായി ചൊല്ലണം എന്ന് കാണുവാൻ സാധ്യമല്ല. ഖുർആൻ പാരായണം ചെയ്യുക, നോമ്പ് അധികമായി എടുക്കുക, തസ്ബീഹുകളും തക്ബീറുകളും കൂടുതലായി നാവിലൂടെ ഉരുവിടുക, കഴിയുന്ന എല്ലാ ഇബാദത്തുകളും ചെയ്യുക എന്നതാണ് സൂറത്ത് അൽ ഫജ്ർ പ്രത്യേകമായി കൂടുതൽ ഓതണം എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.